പ്രശാന്ത് ഏട്ടാ, വയനാട്ടിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. ഈ വയനാട്ടുകാർ ഭയങ്കര ഭാഗ്യമുള്ള ആളുകളാണ്. ദിവസം വോട്ട് ചെയ്യാം. അതും ദേശീയ നേതാക്കന്മാർക്ക് രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുന്നു. നമുക്ക് പറ്റത്തില്ല. നമ്മുടെ സ്ഥാനാർത്ഥികളെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പോലും അറിയാത്ത കുറേ ആളുകൾ വരുന്നു. ഞങ്ങൾക്ക് പിന്നെ പ്രേമേന്ദ്രൻ്റെ മുകേഷും ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഇപ്പോൾ ഇനി അടുത്ത് പ്രിയങ്ക ഗാന്ധി വരാൻ പോവാണ്. അപ്പോൾ VIP സ്ഥാനാർത്ഥികളാണ് അവിടെ വരുന്നത്. ആ കൂട്ടത്തിൽ അപ്പോൾ CPI സ്ഥാനാർത്ഥി അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തും. കാരണം അത് ഇടതു മുന്നണി അത് ബദലാണ് എന്നുള്ള തോന്നലുണ്ടാകണമെങ്കിൽ അങ്ങനെ നിർത്തിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ബിനോയ് വിശ്വത്തിൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഒരേ മുന്നണിയിൽപ്പെട്ട ആളുകളാണല്ലോ CPIയും കോൺഗ്രസും CPM-ഉം എല്ലാം. അപ്പോൾ ഇവിടെ ഈ രാഹുൽ ഗാന്ധി വന്നപ്പോൾ തന്നെ അങ്ങനെ ഒരു പ്രശ്നം ആളുകൾ ചോദിച്ചിരുന്നു. ആനി രാജയാണ് മത്സരിക്കുക. 2 ദേശീയ നേതാക്കൾ, CPIയുടെ ദേശീയ നേതാവ് ആനി രാജ, രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ്. അപ്പോൾ ഒരേ ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട ദേശീയ നേതാക്കന്മാരാണ് ഈ വയനാട്ടിൽ വന്ന് മത്സരിച്ചത്. ഇനി CPI സ്ഥാനാർത്ഥി നിർത്താൻ പോവാണ്. അപ്പോൾ ഈ ഇന്ത്യ സഖ്യം എന്നുള്ളത് ഇവിടെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ പ്രസക്തി എന്താണ്? എൻ്റെ ജോണെ, ഒരു പ്രസക്തിയില്ല. ഒരു നാറിയ സംവിധാനം, നമ്മൾ പറഞ്ഞുകൂടാ, ഒരു സംവിധാനമാണ്. ഈ CPIക്കാർ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചല്ല, അവരുടെ പേരെന്തോ അനിരാജ പറഞ്ഞു വന്ന് മത്സരിച്ച്, ജനറൽ സെക്രട്ടറിയുടെ ഭാര്യ എനിക്കറിയാം, ഡി രാജ വലിയ കാര്യമൊക്കെ പറഞ്ഞ് മത്സരിച്ചു. പുള്ളി ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ ഇവരാ നേതാവ് എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നല്ലോ പ്രചരണവും കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഇയാള് അതുവരെ മറച്ചു വെച്ചിരുന്നിട്ട് റാബറിയിൽ പോയി മത്സരിച്ചല്ലോ, ഇവിടെ പറഞ്ഞില്ല. ആ സമയത്ത് ഈ ആനി രാജ്യം ഡി രാജ്യം കൂടെ അവിടെ പോയി. അല്ല, ആ മണ്ഡലത്തിൽ നിന്നെങ്കിലും ഇവര് ഈ സ്ഥാനാർത്ഥിയെങ്കിലും മാറിയിരിക്കണ്ടേ? എന്താ മുന്നണിയാന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് ഇയാൾക്ക് അനുകൂലമായിട്ട് പ്രചരണം നടത്തുകയും അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് നടത്തുകയൊക്കെ ചെയ്യുന്നതിനകത്ത് വലിയൊരു ഇത് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ഇവിടെ മത്സരിക്കുന്നു, എന്നിട്ട് അവിടെ പോയി രാഹുൽ ഗാന്ധി അതൊരു ആര് കണ്ടാ മാനിക്കും? ആ മണ്ഡലം ഇന്ത്യ മുന്നണി എന്നുള്ള രീതി വേറെ എത്ര ഉണ്ട്? ആ മണ്ഡലത്തിൽ നിന്നെങ്കിലും ആ സ്ത്രീ മാറിയിട്ടുണ്ട്, അല്ലാണ്ട് ആ സ്ത്രീയുടെ ഭർത്താവ് എന്നുള്ള രീതിയിൽ പുള്ളി മാറിയിട്ടുണ്ട്. ഇവിടെ വന്ന് എന്തെല്ലാം ന്യായം പറഞ്ഞിട്ട് പോയതാ? ഇത് കാണുന്നവരും കേൾക്കുന്നവരും എന്തോ വിചാരിക്കും, എന്തോ പാർട്ടിയാണ്, എന്തോ മുന്നണിയാണ്. അല്ല, ഇവിടെ ഒന്നിച്ച് നിൽക്കുന്നു, അവിടെ ചെന്നിട്ട് ഇവിടെ വേറിട്ട് നിൽക്കുന്നു, അവിടെ ചെന്നിട്ട് ഒന്നിച്ച് നിൽക്കുന്നു. അപ്പം ഇത് ഇവിടുത്തെ പാർട്ടിക്ക് അല്ലെങ്കിൽ CPI എന്ന് പറഞ്ഞ സാധനത്തിന് CPM-ന്റെ ഓറഞ്ചാരി നിൽക്കുന്നതുകൊണ്ട് മാത്രം കേരളത്തിലുള്ള ഒരു പാർട്ടിയായിട്ട് മാറിയിരിക്കുക. 4 സീറ്റ് കൊടുത്തണൊക്കെ സ്ഥാനാർത്ഥി തൃശ്ശൂർ ഒഴിച്ച് ബാക്കി 3 സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ പെട്ട പാട് അവർക്കറിയാം. അത്രയ്ക്ക് മോശമായിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. ഒരു ന്യായം പറയുമ്പം അങ്ങ് ഇന്റർനാഷണൽ ലെവലിൽ ന്യായം പറയാമെന്നുള്ളതേ ഉള്ളൂ. ഞാനീ പറഞ്ഞത് ഇവിടുത്തെ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഇനിയുള്ളത് ഇവിടെ കേരളത്തിലാണ് CPM എന്ന് പറയുന്ന സാധനം. ബാക്കിയുള്ളത് എല്ലാം അല്ലെങ്കിൽ ഒരു MLA MP ഉണ്ടാക്കാൻ രീതിയിലുള്ള കരുത്ത് നഷ്ടപ്പെട്ടിരിക്കുന്ന പാർട്ടി. അപ്പം ഇനിയുള്ളത് കേരളത്തിലാണ്. വളരെ കൃത്യമായിട്ട് പോയില്ലെങ്കിൽ പറഞ്ഞ സ്ഥാനാർത്ഥി നിർത്തും അല്ലെങ്കിൽ BJPക്ക് സഹായമോ, ഈ CPIയുടെ കാര്യം കൊണ്ട് BJPക്ക് സഹായമോ ഗുണമോ ഒന്നുമില്ല. അവർക്കൊന്നും BJP ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. BJP കൃത്യമായിട്ട് ജോലി ചെയ്താൽ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് തെളിവല്ലാന്നോ തൃശ്ശൂർ എന്താ ചെയ്യാൻ സാധിച്ചു CPIക്ക്? അല്ലെ, സുനിൽകുമാർ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ മോശപ്പെട്ട ജനത്തിനിടയ്ക്ക് ഇപ്പൊ ബന്ധമുള്ള നല്ലയാണ്ട് തൃശ്ശൂർക്കാർക്ക് വളരെ അംഗീകാരമുള്ള മനുഷ്യർ. എന്നിട്ട് എന്താ ചെയ്യാൻ സാധിച്ചു? വിനയ വിശ്വം പറഞ്ഞത് BJPക്ക് അല്ലെങ്കിൽ ഗുണമാവുന്നു. BJP ഗുണമാണ് ഇയാളൊക്കെ കേരളത്തിൽ, അതിന് തർക്കമൊന്നുമില്ല. BJPക്ക് ഗുണമാണ് ഇത് ഇപ്പോഴത്തെ ബിനോയ് വിശ്വം അല്ലെങ്കിൽ വേറെ ചില ആൾക്കാരും ഒക്കെ. നേരത്തെ നമ്മുടെ ചാനൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഈ ഇലക്ഷന് ശേഷം കൃത്യമായ ഒരു ധ്രുവീകരണം കേരളത്തിലുണ്ടാവുന്നു. അത് നമ്മൾ പറഞ്ഞല്ലോ, ഇലക്ഷന് ശേഷം എന്ത് സംഭവിക്കുന്നു നമ്മളെന്തായാലും കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഇലക്ഷന് ശേഷം ഇവിടുത്തെ ഹിന്ദു പാർട്ടിയായിട്ടുള്ള CPM പോലുള്ള പാർട്ടിക്കകത്തുനിന്ന് വോട്ട് മാറിയാൽ മാത്രമേ BJPക്ക് വോട്ട് കൂടത്തുള്ളൂ. ഇപ്പം നമ്മളത് പറഞ്ഞു മനസ്സിലായി. BJPക്ക് 20% വോട്ട് വരണമെങ്കിൽ പിന്നെ ഈ പറയുന്ന പോലെ BJP ആഗ്രഹിക്കുന്ന കോൺഗ്രസിനകത്തുനിന്ന് വോട്ട് വരണം. ആ കോൺഗ്രസിനകത്തുനിന്ന് വോട്ട് വന്നാൽ അതിനകത്ത് കോൺഗ്രസിന് ക്ഷീണം സംഭവിക്കുമെന്ന് പറഞ്ഞു. കോൺഗ്രസിനകത്തുനിന്ന് വോട്ട് വന്ന് തുടങ്ങിയതേ ഉള്ളൂ. അല്ല, കോൺഗ്രസിനകത്തുനിന്നില്ല, ക്രിസ്ത്യാനിക്കകത്തുനിന്ന് വോട്ട് വന്ന് തുടങ്ങിയതേ ഉള്ളൂ. പക്ഷെ തൃശ്ശൂർ ക്രിസ്ത്യാനി കൃത്യമായിട്ട് വോട്ട് ചെയ്തു. അപ്പൊ ക്രിസ്ത്യാനിക്ക് വോട്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. ഞാനീ പറഞ്ഞു വന്നത് BJPക്ക് 20% വോട്ട് കിട്ടിയത് പാർട്ടി ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ പാർട്ടിയുടെ വിലയിരുത്തലിനകത്ത് വന്നേക്കുന്ന അല്ല, വേറെ വിലയിരുത്തലൊന്നും വേണ്ട, നമ്മുടെ പ്രദേശം നമുക്ക് വിലയിരുത്താമല്ലോ. ഇപ്പൊ CPM-നകത്ത് വോട്ട് കുറഞ്ഞിട്ടുണ്ട്.
ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നകത്ത് വോട്ട് കുറഞ്ഞിട്ടുണ്ട്. CPM-നകത്ത് വോട്ട് കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഹിന്ദു വോട്ടുകളാണ് കുറയുന്നത്. CPM-നകത്ത് ഇരിക്കുന്ന ഇപ്പോൾ ഹിന്ദു വോട്ടുകൾ എന്ന് പറഞ്ഞാൽ പ്രധാന ബഹുഭൂരിപക്ഷം വരുന്നത് ഈഴ വോട്ടുകൾ. ഈഴ വോട്ടുകളുടെ ഒഴുക്ക് കൃത്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. പറഞ്ഞ മനസ്സിലായി. ഈ നായന്മാർ നേരത്തെ കുറച്ച് വന്ന് അത് രണ്ട് പാർട്ടിക്കകത്തുണ്ട്. മുന്തിയ ഈ ചായക്കട നായർ CPM-നകത്തുണ്ട്, മുന്തിയ നായന്മാർ കോൺഗ്രസ് ആണ്. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമല്ലോ. ക്രിസ്ത്യാനിയും നായന്മാരും അല്ലെ, മുന്തിയ ക്രിസ്ത്യാനിയും മുന്തിയ നായന്മാരും എല്ലാം കൂടെ വരുന്നതാണ് പണ്ടത്തെ കോൺഗ്രസ്. ഈ ദരിദ്രവാസികളെല്ലാം കൂടെ വരുന്ന ഇടതുപക്ഷം. അതിനകത്ത് ഈ നായർ ദരിദ്രവാസിയും ഒക്കെ വരും, നമ്മുടെ പറഞ്ഞ വരും. അപ്പം അവരും മാറി ഇങ്ങോട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു പാർട്ടി വലിയ ശതമാനം ഈഴവര് 15-16% കൃത്യമായിട്ട് CPM-ന് വോട്ട് ചെയ്തുകൊണ്ടിരുന്നു. പട്ടികജാതിക്കാർ പട്ടികവർഗ്ഗക്കാർ വോട്ട് ചെയ്തുകൊണ്ട് ഈ അടിസ്ഥാന വോട്ടാണ് CPM-ന്റെ. ഇവർ കാണിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ അതിബുദ്ധിക്കകത്ത് ഈ വോട്ട് അവിടെ നിന്നുകൊണ്ട് മുസ്ലിം പ്രീണനം നടത്തിയാൽ ആ വോട്ടും കൂടി ഇങ്ങോട്ട് വന്നാൽ ഒരിക്കലും ഭരണം നഷ്ടപ്പെടത്തില്ലെന്നുള്ള ഒരു തോന്നലിലുള്ള പോക്കാണ് അതിബുദ്ധി കാണിക്കാൻ പോവുകയാണ്. ഇത് തന്നെയാണ് പശ്ചിമ ബംഗാൾ സംഭവിച്ചത്. പശ്ചിമ ബംഗാൾ അത് ആദ്യം തൊട്ടേ മുസ്ലിം പ്രീണനം നടന്നു. പക്ഷേ മുസ്ലിം പ്രീണനം നടക്കുമ്പോഴും ഹിന്ദു വോട്ടുകൾ അതിൻ്റെ കൂടെ വന്നു. അവിടെ ഹിന്ദു വോട്ടുകൾക്ക് വലിയ സ്വാധീനമുള്ള, പക്ഷേ അവിടെ ചില വിഷയങ്ങൾ വന്നപ്പോൾ ഈ അതിർത്തിക്ക് ആക്കം കൂടുകയും ആ അപ്പം അവർക്ക് കൊള്ളാവുന്ന കണ്ട് മമതാ ബാനർജിയുടെ കൂടെ അങ്ങ് പോയി. മമതാ ബാനർജി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ CPM അങ്ങോട്ട് ചെന്നപ്പോൾ അതിനകത്ത് ഈ മുസ്ലിം വോട്ടുകൾ എന്ന് പറഞ്ഞാൽ തീവ്രവാദി ഗ്രൂപ്പ് അതിൻ്റെ കൂടെ ഉണ്ട്. അവർ മറ്റവരുടെ കൂടെ കൂടി ആ പണി CPM-നകത്ത് നിന്ന് അവർ ചെയ്തുകൊണ്ടിരുന്ന പണി തന്നെ ഇപ്പോൾ മമതാ ബാനർജിയുടെ കൂടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ പാർട്ടിയും മുസ്ലിം ആധിപത്യത്തിൽ അവിടെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ അവർക്കും അവിടുത്തെ ഹിന്ദുക്കളും അതൃപ്തിയിലാണ്. മാത്രമല്ല അവർക്ക് പിന്നെ വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റാത്ത രീതിയിൽ ബൂത്ത് ഇപ്പം ഇന്ത്യയിൽ ബൂത്ത് പിടിച്ചെടുത്ത് മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ ബൂത്തിൽ സ്വതന്ത്രമായിട്ട് വോട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുള്ള പശ്ചിമ ബംഗാളിലാണ്. കാരണം വേറെ ഒന്നും ബൂത്ത് പിടിച്ചെടുക്കുന്നില്ല. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അടിക്കടി എന്ന് വെച്ചാൽ ഞാൻ രാവിലെ ഉച്ചവരെ വോട്ട് ചെയ്യുന്ന അവരുടെ ആൾക്കാർ മാത്രമാണ്. തലേന്ന് തന്നെ കയറി ബാക്കിയുള്ളടത്ത് ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് കുറേ കാലം കൽക്കട്ടയിലുണ്ടായിരുന്നു. അപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പോ മറ്റോ വരുന്ന സമയത്ത് അവൻ അവിടെ താമസിക്കുകയാണ്. അപ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥൻ ചെന്നിട്ട് പറഞ്ഞു ഇയാളങ്ങ് നാട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. കാരണം ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് അവിടെ അടി തുടങ്ങുമ്പോൾ ഇവൻ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. ആദ്യം അടി കൊടുക്കുകയോ വല്ലതും ചെയ്യുന്നത്, തട്ടു വല്ലതും ചെയ്യുന്നത് അവർക്കും അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇയാളങ്ങ് പോകാൻ പറഞ്ഞു. ഞാനിപ്പം ഈ പശ്ചിമ ബംഗാളിൽ നമുക്ക് വേണ്ടപ്പെട്ട കക്ഷികളൊക്കെ ഉണ്ട്. അവർ പറഞ്ഞത് ഉച്ചവരെ വോട്ട് ചെയ്യും. അത് മമതാ ബാനർജിയുടെ ആൾക്കാർ തന്നെ ഉണ്ട്. പണ്ട് CPM ചെയ്തുകൊണ്ടിരുന്ന കാര്യം മമതാ ബാനർജി ആൾക്കാർ. അതിനുശേഷം ഉച്ച കഴിഞ്ഞിട്ടുള്ള ഓരോ ഇടത്തും ചെന്നിട്ട് ഉദ്യോഗസ്ഥന്മാർ ഇത് കളക്ട് ചെയ്ത് തലേന്ന് കൈ വെച്ചേക്കുക. എന്നിട്ട് ഉദ്യോഗസ്ഥന്മാർ ഇവരുടെയാണല്ലോ വോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ വോട്ട് ചെയ്യുന്ന മൊത്തം അവരുടെ ആൾക്കാർ, അവരുടെ ഐഡന്റിറ്റി കാർഡ് ഉൾപ്പെടെ അവരുടെ കയ്യില്ല. ഇതിന് ശേഷം തിരിച്ചു കൊടുക്കത്തുള്ളൂ. അപ്പൊ അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്ര പറഞ്ഞാലും വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള, മറിച്ച് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സംവിധാനത്തിലാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ഇരിക്കുന്നത്. അതിനാണ് ഈ ഗുണ്ടായിസം. പറഞ്ഞ മനസ്സിലല്ലേ, വോട്ട് ചെയ്യാൻ വരാതിരിക്കാൻ വേണ്ടി ഗുണ്ടായിസം രാവിലെ അടിയും പിടിയും. നമ്മളിപ്പോൾ നമ്മുടെ അവിടെ തന്നെ നമ്മുടെ ബൂത്തിന്റെ അവിടെ നല്ലൊരു കൃത്യമായിട്ടൊരു പ്രശ്നം ഉണ്ടാവും. നമ്മുടെയൊക്കെ സമാധാന പ്രദേശം ഇന്ന് ചെയ്യാൻ പോകും, ഇനിയിപ്പോൾ പോകുന്നില്ല, അവിടെ അടിയും പിടിയാ പോകുന്നത്. ഇത് രാവിലെ വളരെ കൃത്യമായിട്ട് അവിടെ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്രാവശ്യവും ഏത് വിദഗ്ധർ പറഞ്ഞതൊക്കെയും അവിടെ അവർക്ക് ഭൂരിപക്ഷം വന്നത്. പറഞ്ഞ മനസ്സിലായി. അപ്പോൾ അതിന് മാറ്റം വരേണ്ടതായിട്ടുണ്ട്. ഞാനീ പറഞ്ഞത് ഇവിടുത്തെ കാര്യം ഇതുപോലെ തന്നെ സംഭവിക്കാൻ പോവുകയാണ്. ഇവിടെ പിന്നെ ബൂത്ത് പിടിച്ചെടുക്കുന്നത് മറ്റോ നടക്കത്തില്ലെങ്കിൽ ഈ വോട്ട് ഇപ്പം നിൽക്കുന്ന അതേ അവസ്ഥയിൽ ഈ പോയി കഴിഞ്ഞാൽ പരിശോധനയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് CPM പറയുന്നത്. പരിശോധനയും മറ്റു കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും പരിശോധിക്കാനൊന്നുമില്ല. ഐഡിയോളജി അനുസരിച്ച് ആ പാർട്ടി നിൽക്കാതെ ആ പാർട്ടി ചില പ്രീണനത്തിന് വേണ്ടി പുറകോട്ട് പോവുകയും അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ നേതൃത്വത്തെ നിയന്ത്രിക്കുന്നത് ചില ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വത്തിലുള്ള ആൾക്കാരൊക്കെ ആവുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമാണ് ഈ സംഭവിക്കുന്നത്. അപ്പം ഈ രീതിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും CPM ഉയർത്തെഴുന്നേറ്റ് വരാൻ സാധ്യതയില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം CPM ഇതുപോലെ സീറ്റുകളൊക്കെ നഷ്ടപ്പെട്ടു. അത് ശബരിമല വിഷയത്തിനകത്ത് ഒരു ധ്രുവീകരണം ഉണ്ടായി, അത് തെറ്റുപറ്റി എന്ന് പറഞ്ഞപ്പോൾ ആ വോട്ടുകൾ തിരിച്ചു വന്നു. പക്ഷേ ഇപ്പം അത്തരത്തിലുള്ള ധ്രുവീകരണം ഒന്നുമില്ല. ഭരണവിരുദ്ധ വികാരം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭരണവിരുദ്ധ വികാരം ഉണ്ട്. ആ ഭരണവിരുദ്ധ വികാരത്തിന് വോട്ട് ചെയ്തത് CPM കോൺഗ്രസിനാ ചെയ്യേണ്ടത്. സാധാരണ കേരളത്തിൽ ആ വോട്ട് BJP ചെയ്യാന്ന് പറഞ്ഞാൽ അത് വേറെ സിഗ്നലാണ്. അതെന്ന് പറഞ്ഞാൽ അതായത് നിങ്ങൾ നന്നാവണമെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല. വർഗശത്രുവിന് വോട്ട് ചെയ്യുമ്പോൾ മാത്രമേ പഠിക്കൂ. കോൺഗ്രസിന് വോട്ട് ചെയ്താലും ഇപ്പൊ ഈ വെപ്രാളം ഉണ്ടാകത്തില്ല. ഇപ്പൊ വല്ലാതെ ആളുകൾ ഈ വർഗശത്രുവിനല്ല വേറെ വലിയ കാര്യമുണ്ട്. ആ വോട്ട് കോൺഗ്രസിന്. കാരണം ഇവിടെ കോൺഗ്രസ് CPM ഇടതുപക്ഷം വലതുപക്ഷം എന്ന് പറഞ്ഞുള്ള ലൈനാണ്. ആ ലൈനിൽ നിന്ന് ആൾക്കാർക്ക് മാറി ചിന്തിക്കാൻ താല്പര്യം ഉണ്ടെന്നുള്ളതിന് അർത്ഥമാണ് ഈ വോട്ട്
BJP പോയേക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ പറഞ്ഞിരുന്ന ന്യൂനപക്ഷം, അതായത് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യത്തില്ല, ക്രിസ്ത്യാനി വോട്ട് ചെയ്യുന്ന ചെയ്തു, ക്രിസ്ത്യാനി വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ചെയ്യും. കാരണം ഈ പ്രാവശ്യം അവർ ചെയ്തതിന് പ്രയോജനം ഉണ്ടായത്. ജോണി പറയുന്നതൊക്കെയല്ല, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ വീണ്ടും അത് ആവർത്തിക്കണമെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവണം. ഈ പ്രാവശ്യം ക്രിസ്ത്യാനി വോട്ട് ചെയ്തുകൊണ്ട് BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കുകയാണ്. അപ്പോൾ വോട്ട് ചെയ്താൽ ജയിക്കുമെന്നുള്ള തോന്നൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ പറഞ്ഞത് എത്ര ചെയ്താലും ജയിക്കത്തില്ലെന്ന്. പക്ഷെ അത് രണ്ട് പാർട്ടികളുടെയും കയ്യിൽ നിന്ന് ആ കാര്യം പോയി. മാത്രമല്ല, സുരേഷ് ഗോപി എന്തോ പറഞ്ഞാലും ഇനി എത്ര മോശമാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ് ഇവിടുത്തെ മാധ്യമങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും സുരേഷ് ഗോപിക്കുള്ള സോക്കേടെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് കാര്യങ്ങൾ ചെയ്തേ മതിയാവുന്നത്. അദ്ദേഹം ചെയ്യും. ഇനി കേന്ദ്രത്തിൽ നിന്ന് പൈസ കൊടുത്തില്ലെങ്കിൽ പുള്ളിയുടെ കയ്യിൽ നിന്ന് ചെയ്യും. അത് പുള്ളിയുടെ ഒരു മാനസികാവസ്ഥയാണ്. അപ്പൊ അദ്ദേഹം അവിടെ വൃത്തിയാക്കും. ഇതിന്റെ അത് കാണുമ്പോൾ ബാക്കിയുള്ളിടത്ത് BJP വന്നാൽ കുഴപ്പമില്ലെന്നുള്ള തോന്നൽ വരും. ഇവിടുത്തെ BJP അതിനകത്ത് പ്രശ്നങ്ങൾ പരിഹരിച്ച് ജനങ്ങളുടെ ഇടയ്ക്ക് ഇറങ്ങി നിന്നാൽ അടുത്ത പഞ്ചായത്ത് ഇലക്ഷനും മുനിസിപ്പൽ ഇലക്ഷനും കോർപ്പറേഷൻ ഇലക്ഷനും ഒക്കെ വളരെ കൃത്യമായിട്ട് വരികയും അതിൻ്റെ അടുത്ത പ്രാവശ്യം നേരത്തെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ 10, 25, 35 സീറ്റ് ഇവിടെ മേടിക്കുന്നതിന് വലിയ പ്രയാസമൊന്നും ഉണ്ടാവത്തില്ല. പരിശോധിക്കുന്നത് നല്ലത് തന്നെയാണ്. എല്ലാ പ്രാവശ്യവും ഇത് കഴിഞ്ഞിട്ട് ഒരു പരിശോധനയും കാര്യമായിട്ട് പോയി കമ്മീഷനും ഒക്കെ വെച്ച് ഏതെങ്കിലും പാർട്ടിക്കകത്ത് ഒതുക്കാനുള്ളവനെ ഒതുക്കുന്നതിന് ഈ കമ്മീഷൻ ഉപയോഗിക്കാതെ കൃത്യമായിട്ട് പാർട്ടിക്ക് പറ്റിയ കുഴപ്പങ്ങൾ പഠിച്ച് പാർട്ടിയെ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഇത് കേഡർ പാർട്ടിയാണ്. CPM പോലെ കേഡർ പാർട്ടിയാണ് BJP. അപ്പം CPM-നകത്തുനിന്ന് അണികൾ കേഡർ പാർട്ടിയെ തീരുമാനിച്ചാൽ അത് BJP ആകും. ഒരു കേഡർ പാർട്ടിക്ക് നാശം സംഭവിച്ചാൽ തിരിച്ച് ബിൽഡപ്പ് ചെയ്ത് വരണമെങ്കിൽ വളരെ കാലമെടുക്കും. അപ്പം അത്തരത്തിൽ നമ്മുടെ അഭിപ്രായം അനുസരിച്ച് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സഖ്യമായിട്ട് CPM-ന്റെ നിലയിൽ പിന്നെയും കേരളം മാത്രമാണ്. CPM ഇന്ത്യ നിലനിർത്തിയിരിക്കുന്ന കേരളമാണ്. സാമ്പത്തികമായിട്ട് MLA-മാരുടെ MP-മാരുടെ ഒക്കെ കയറപ്പ്. അപ്പം ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് ഇതിന്റെ പുറകെ നിന്ന് ഇനിയും ഗോഷ്ഠി കാണിച്ചാൽ ഈ ഗോഷ്ഠികൾ ആണ് ഇവർ ഒന്നിച്ച് വേറെ തിരിച്ച് മത്സരിക്കുന്നതും അവിടെ ചെന്ന് ഒന്നിച്ച് കൈവെക്കുന്നതും ഒക്കെ വളരെ കൃത്യമായിട്ട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇവരുടെ രാഷ്ട്രീയത്തിനകത്ത് അർത്ഥമില്ലെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയാൽ ഇവിടെ ഇനി ഇവർക്ക് വോട്ട് ചെയ്യാതെ, അതായത് കോൺഗ്രസിന് വേണേൽ കോൺഗ്രസിന് വോട്ട് ചെയ്യും, BJPക്ക് വേണേൽ BJPക്ക് വോട്ട് ചെയ്യും. ഇടയ്ക്ക് നിന്ന് ഈ ഒരു ആൾക്ക് വോട്ട് ചെയ്യാതെ വരും. ഈ ഇന്ത്യ മുന്നണി സഖ്യം കൊണ്ട് CPM എന്ന് പറയുന്നു CPI എന്ന് പറയുന്ന സാധനം കേരളത്തിൽ നയിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ. പക്ഷേ വേറെ കാര്യമുണ്ട്, അതും കൂടെ പറഞ്ഞ നമുക്ക് അവസ്ഥ. ദേശീയ തലത്തിൽ നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ അവർക്ക് സീറ്റ് കിട്ടുന്നു, രാജസ്ഥാനിൽ സീറ്റ് കിട്ടുന്നു. അപ്പോൾ ഈ ദേശീയ തലത്തിൽ സീറ്റ് കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നല്ലേ പറ്റൂ. എൻ്റെ പൊന്നു ജോണേ, 3 സീറ്റല്ലേ ഉള്ളൂ. 3 സീറ്റാണ് ഈ ദേശീയ തലത്തിൽ ഇവർ കിട്ടിയേക്കുന്നത്. തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ ഗുണം കൊണ്ട് കിട്ടിയത്, അല്ലെങ്കിൽ അപ്പുറത്ത് ഒരു സീറ്റ് കൂടെ കിട്ടി. ഇത് ഈ ഒരു സഖ്യമൊന്നും ഇല്ലാതെ വളരെ കൃത്യമായിട്ട് ഒരു ഐഡിയോളജിയുമായിട്ട് ഇവിടെ നിൽക്കാമെങ്കിൽ ഈ 3 സീറ്റിന് വേണ്ടി ചില 10 സീറ്റ് കേരളത്തിൽ നിന്ന് കിട്ടും. കേരളത്തിൽ CPM ഉണ്ടാവുകയും ചെയ്യുന്ന ആൾക്കാലത്ത്. അതല്ലെങ്കിൽ ഈ ഇന്ത്യ മൊത്തം നടന്നിട്ടില്ല, ചുമ്മാ അല്ലേ മറ്റേ സാറി എന്തേ പോകുന്ന പോലെ പോയിട്ട് ഇനി പോരാനേ ഒക്കത്തുള്ളൂ. എന്തോനും അറിയത്തില്ല. പുള്ളി എല്ലാവരും പോകുന്നു, പുള്ളി എൻ്റെ പുറകെ പോകുന്നു, തിരിച്ചു വരുന്നു, പുള്ളി തിരിച്ചു വരുന്നു, പുള്ളി എന്ന് പറഞ്ഞ പോലെ. ഇത് ഇവിടുത്തെ ഉണ്ടല്ലോ, ഉള്ളിടത്ത് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ നടക്കില്ല. പണ്ട് വേറെ കാര്യത്തിനൊന്നുമില്ല. ഇവിടെ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞ സഖ്യമല്ല. എപ്പം ഇത് കോൺഗ്രസുമായിട്ട് ഈ പാർട്ടി യോജിക്കാൻ തുടങ്ങി, അതിന് മുമ്പ് വരെ 10-45 മുതൽ 60 സീറ്റ് വരെ ഉണ്ടായിരുന്നു 10 കൊല്ലത്തിന്. അതിനുശേഷം ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെ തിരിഞ്ഞെന്നോ അല്ലെങ്കിൽ ഇതിന്റെ അവസ്ഥ എങ്ങനെയായെന്നോ മാറ്റുന്നത്. ഓരോ പാർട്ടിക്കും ഓരോ ഐഡിയോളജി ഉണ്ട്. BJPക്ക് BJPയുടെ ഐഡിയോളജി ഉണ്ട്, കോൺഗ്രസിന്റെ ഐഡിയോളജി ഉണ്ട്, CPMന്റെ ഐഡിയോളജി ഉണ്ട്. ഇതിനനുസരിച്ചാണ് അതിന്റെ വോട്ടർമാർ നിൽക്കുന്നത്, അതിനനുസരിച്ചാണ് അവർ വോട്ട് ചെയ്യുന്നത്. അങ്ങ് മേളിലിരുന്ന് കൃത്യമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയ ജനം വോട്ട് ചെയ്യത്തില്ല. ജനം ഇവരെക്കാട്ടിൽ ബുദ്ധിയുള്ളവരാണ്. മനസ്സിലായില്ലേ? അപ്പം ജനം വിചാരിക്കും ഐഡിയോളജി ഇല്ലാത്തവൻ വലതുപക്ഷ ഐഡിയോളജിയോ കോൺഗ്രസ് ഐഡിയോളജിയോ, അപ്പൊ അവർക്ക് വോട്ട് ചെയ്യും. ഇതിന് അതിന്റെ ഇടനിലക്കാരന്റെ കാര്യം. അപ്പൊ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇന്ത്യ മുന്നണി സഖ്യവുമായിട്ട് ഇനിയും CPM മുന്നോട്ട് പോയാൽ കേരളത്തിൽ കൂടി CPM ഇല്ലാതാകും. അതിന് യാതൊരു തർക്കവും ഇല്ല.